ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മളെ മുരിങ്ങ ഇല കുറച്ച് അടർന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്ത് തോരൻ വെക്കാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ രാവിലെ പോകുന്നത്. അപ്പോൾ ഇത് തോരൻ വെക്കുന്ന വീഡിയോ ആണ് ഇന്ന് മെയിനായിട്ടുള്ളത്. പക്ഷേ അതിനെക്കാട്ടും ഉപരി തന്നെ ഇത് ഒന്ന് എന്താ പറയുക, ഇതിങ്ങനെ ഓരോ ഇലയായിട്ട് എടുക്കുന്നതാണല്ലോ ഭയങ്കര പാടുള്ളൊരു കാര്യം. അപ്പോൾ അതാണ് കുറേ സമയം എടുത്തിട്ടാട്ടോ കുറച്ച് ഇലയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ചെറിയൊരു മുരിങ്ങയില ചെടി മരം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് വളരുമ്പോൾ തന്നെ നമ്മൾ വെട്ടി വെട്ടി തോരൻ വെക്കാറുണ്ട്. ഞാൻ കണ്ട ഇത്രയും ഹൈറ്റ് ഇപ്പം നിൽപ്പുണ്ട് കേട്ടോ മുരിങ്ങയില. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിരുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ സമയം എടുത്തിട്ട് അതെല്ലാം വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നാടൻ മുരിങ്ങയില തോരനാണ്. ഇതിങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയൊക്കെ എടുക്കുന്ന ഒരു ടൈമിംഗ് ആണ്. അപ്പോൾ കുട്ടികളൊക്കെ അവിടുന്ന് മുറ്റത്തുനിന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല, ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളൊരു തോരനല്ലേ നമ്മളുടെ മുരിങ്ങയില തോരന്. അപ്പം അരയ്ക്കാനുള്ള അരപ്പൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, കറിവേപ്പില, അതുകണക്ക് തന്നെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മളിന്ന് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കാൻ വെച്ചേക്കുക കേട്ടോ. അപ്പം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയൊക്കെ വരണം. അപ്പോൾ പൊട്ടി വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയ മുരിങ്ങയിലയും കൂടെ അതിനകത്തോട്ട് ഇടുക കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും ഇടുന്നുണ്ടെങ്കിൽ വാടി വരുമ്പോൾ നമുക്ക് ഇച്ചിരി കാണത്തുള്ളൂ തോരൻ. അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം. നമ്മളുടെ തോരൻ നല്ല രീതിയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇലയെല്ലാം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പെടുത്തിട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു തോരനാണ്, നല്ല ഗുണമുള്ളൊരു തോരനുമാണ്. അപ്പോൾ കുറച്ച് നമ്മളിതിനെ അരപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്ന നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിനൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണാൻ മറക്കരുത്. നല്ല അടിപൊളിയായിട്ടുള്ള കീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില തോരനാണ്, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണണം. അപ്പോൾ ഇനിയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കും. നല്ല ചൂടോട് കൂടിയുള്ള മുരിങ്ങയില തോരനാണ്.